ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറാം, ത്രിപുര, ആസാം എന്നിവിടങ്ങളിലെ നിബിഡമായ വനങ്ങൾ സൂര്യപ്രകാശം കടന്നു ചെല്ലാൻ മടിക്കുന്ന ഉൾക്കാടുകളിലാണ് അഗർമരങ്ങൾ അല്ലെങ്കിൽ ഊതുമരങ്ങൾ കാണുന്നത്. ത്രിപുരയുടെ തലസ്ഥാനത്തിന് അഗർത്തല എന്ന പേര് വരെ ലഭിച്ചത് അഗർമരത്തിൽ നിന്നാണ്. ഈ മരങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊതിന് കിലോയ്ക്ക് 50,000 രൂപയാണ് വില. 1 ലിറ്റർ ഊത് ഓയിലിന് 10 ലക്ഷം രൂപയും. ദശാബ്ദങ്ങൾക്ക് മുമ്പേ അറബ് നാടുകളിലും യൂറോപ്യൻ വിപണികളിലും ഊത് വളരെ പ്രിയങ്കരമാണ്. വിദേശ പെർഫ്യൂമുകൾക്ക് മുമ്പും എന്നാൽ അതിനുശേഷവും ഊതിൻ്റെ സ്വീകാര്യതയ്ക്ക് ഇളക്കം തട്ടിയിട്ടില്ല. അറബ് നാടുകളിൽ ഊത് ഏറെ പ്രിയങ്കരമായ വസ്തുവാണ്. ഊത് പുകയ്ക്കുമ്പോൾ വരുന്ന ഗന്ധം വസ്ത്രങ്ങളിൽ ഒരുപാട് സമയം നിലനിൽക്കും. ലോകത്തിലെ വിവിധ മതവിഭാഗങ്ങൾ മതാചാര ആവശ്യത്തിനായും ഊത് ഉപയോഗപ്പെടുത്തുന്നു. അലർജി, ഹൈപ്പർ ടെൻഷൻ, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിങ്ങനെ പല ആവശ്യങ്ങൾക്കായി മരുന്ന് നിർമ്മാണ മേഖലയിലും ഊത് പ്രധാനിയാണ്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യൻ രാജ്യങ്ങളിലെ വിപണികളിൽ ഊതിന് വൻ ഡിമാൻഡാണ്. ഗുണനിലവാരത്തിനനുസരിച്ച് വില വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു. ഏറ്റവും വില കൂടിയ മരങ്ങളിലൊന്നാണ് ഊതുമരം. ഊത് എങ്ങനെയുണ്ടാകുന്നു? തണ്ടുതുരപ്പൻ പ്രാണികളായ ജ്യൂസിറ, ആംബ്രോസിയ ബീറ്റിൽ എന്നിവ അഗാർ മരത്തിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ വസിക്കുന്നു. എന്നാൽ പിന്നീട് ഈ ദ്വാരങ്ങളിലൂടെ സൂക്ഷ്മങ്ങളായ ഫംഗസുകളും ബാക്ടീരിയകളും കയറിക്കൂടുന്നു. ഫയലോഫോറ പാരസൈറ്റിക്ക, ഫ്യൂസേറിയം, ആസ്പെർജില്ലസ്, കീറ്റോമോണിയം, പെൻസീലിയം തുടങ്ങിയ ഫംഗസുകൾ പ്രാണികൾ ഉണ്ടാക്കിയ ദ്വാരം വഴി മരത്തിനുള്ളിലെത്തുകയും മരത്തെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇവയുടെ ആക്രമണത്തിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനായി അഗർ മരങ്ങൾ പ്രത്യേക സ്രവം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൻ്റെ പേരാണ് റെസിൻ. റെസിൻ്റെ ഉൽപ്പാദനം വർഷങ്ങളോളം നീളുന്നു. റെസിൻ്റെ ഉൽപ്പാദന ഫലമായി മങ്ങിയ നിറത്തിലുള്ള അഗാർ മരത്തിൻ്റെ ഹാർട്ട്വുഡ് അല്ലെങ്കിൽ കാതൽ നല്ല ഡാർക്ക് നിറം കൈവരിക്കുന്നു. ഇതിനെയാണ് ഊത് എന്ന് വിളിക്കുന്നത്. റെസിൻ സമ്പുഷ്ടമായ ഊതിന് നല്ല ഗന്ധമായിരിക്കും. കാടുകളിൽ 10 വർഷത്തിലധികം പഴക്കമുള്ള അഗർ മരങ്ങളുണ്ട്. ഇവയിൽ ഊതിൻ്റെ അളവും ഗുണനിലവാരവും ഉയർന്നതായിരിക്കും. അന്താരാഷ്ട്ര വിപണികളിൽ നല്ല വിലയും ഇവയ്ക്ക് ലഭിക്കുന്നു. ഊത് മരത്തിൽ നിന്നും കാതൽ വേർപ്പെടുത്തിയ ശേഷം അവയ്ക്ക് സമീപമുള്ള വെള്ള ഭാഗം ഊത് ഓയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അഗർ മരത്തിന് മുറിവ് പറ്റുമ്പോഴും ഊത് ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. കാടുകളിൽ ഊതുമരം കണ്ടാൽ അതിനുള്ളിൽ ഊത് ഉണ്ടോ ഇല്ലയോ എന്ന് വളരെ പരിചയസമ്പത്തുള്ളവർക്കേ മനസ്സിലാക്കാനാകൂ. ഊതുമരങ്ങൾ കാടിനുള്ളിൽ ഒരുപാടുണ്ടെങ്കിലും അവയിൽ ഊത് ഉൽപ്പാദിപ്പിക്കുന്നവ കുറവായിരിക്കും. കാരണം സാധാരണ 100 മരങ്ങൾ എടുത്താൽ അതിൽ 6 എണ്ണം മാത്രമേ പ്രാണികളുടെ ആക്രമണത്തിന് ഇരയാകുന്നുള്ളൂ. ഊത് ഉൽപ്പാദിപ്പിക്കാത്ത മരങ്ങൾക്ക് വിറകിൻ്റെ വിലയെ ലഭിക്കൂ എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനം കൊള്ള നടക്കുന്ന ആസാമിലെ കാടുകളിൽ ഊതുമരങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കാഴ്ചയിൽ മരത്തിൻ്റെ ഉള്ളിൽ ഊത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ കാടുകളിലെ എല്ലാ ഊതുമരങ്ങളും വനം കൊള്ള നടത്തുന്നവരുടെ ഭാഗ്യ പരീക്ഷണത്തിന് വിധേയമാകുന്നു. അതിനാൽ തന്നെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ റിപ്പോർട്ടിൽ ലോകത്ത് അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഊതുമരങ്ങളെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആസാമിൽ ഒരുപാട് ഊത് പ്ലാന്റേഷനുകളുണ്ട്. ഇവയ്ക്ക് മുഴുവൻ സമയവും കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാവലില്ലെങ്കിൽ വനം കൊള്ളക്കാർ വേരടക്കം പിഴുതു കൊണ്ടുപോകുന്നു. കാടുകളിൽ ചന്ദനം കൊള്ള നടക്കുന്നത് പോലെ ഊതും വ്യാപകമായി കടത്തിക്കൊണ്ടുപോകുന്ന മരങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്ന് പ്ലാന്റേഷനുകളിൽ മാത്രമേ ഊത് കാണുന്നുള്ളൂ. ഉൾക്കാടുകളിലെ ഒട്ടുമിക്ക ഊതുമരങ്ങളും വെട്ടിമുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഊത് കൃഷി വരുമാന മാർഗം. അഗർ മരങ്ങൾ ഇന്ന് കേരളത്തിൽ ധാരാളം ആളുകൾ നട്ടുപിടിപ്പിക്കുന്നു. ഇവയിൽ നിന്നുള്ള വാണിജ്യപരമായ നേട്ടം തന്നെ മുഖ്യ ലക്ഷ്യം. പക്ഷേ ഒരു പ്രശ്നം, ഊതുമരത്തിനെ സ്വാഭാവികമായി ആക്രമിക്കുന്ന പ്രാണികൾ കുറവായതിനാൽ എങ്ങനെ ഫംഗസിനെ മരത്തിനുള്ളിലാക്കും എന്നതാണ്. ഫംഗസ് മരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ മാത്രമേ അഗർ മരം ഊത് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ഇതിനായി തൈകൾ നട്ട് 4 മുതൽ 5 വർഷം വരെയാകുമ്പോൾ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. മരത്തിൽ ഡ്രില്ല് ഉപയോഗിച്ച് തുളകൾ ഉണ്ടാക്കുന്നു. ഇതിൽ ഫംഗസിനെ നിക്ഷേപിക്കുന്നു. ഇതിനെ ഇനോക്കുലേഷൻ എന്ന് പറയുന്നു. മരത്തിനുള്ളിൽ പ്രവേശിച്ച ഫംഗസ് ഊതുമരത്തിനെതിരെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതിനെതിരെ ഊതുമരം റെസിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ റെസിൻ ഫംഗസിൻ്റെ വളർച്ച തടയുന്നു. ഇനോക്കുലേറ്റ് ചെയ്ത് 2 മുതൽ 4 വർഷം ആകുമ്പോൾ മരം ഊത് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുന്നു. തുടർന്ന് അങ്ങോട്ട് മരത്തെ എത്രത്തോളം വർഷം നിലനിർത്തുന്നുവോ അതിനനുസരിച്ച് ഉള്ളിലുണ്ടാകുന്ന ഊതിൻ്റെ ഗുണമേന്മ വർദ്ധിക്കുന്നു. മരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഊതിൻ്റെ അല്ലെങ്കിൽ റെസിൻ്റെ സാന്ദ്രത, ഗന്ധം എന്നിവയ്ക്കനുസരിച്ച് വിലയും കൂടുന്നു. ഇനോക്കുലേഷൻ ചെയ്തെന്ന് വെച്ച് ഉറപ്പായും മരത്തിൽ ഊത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടോണമെന്നില്ല. മരവും ഫംഗസും തമ്മിലുള്ള സങ്കീർണമായ ബയോകെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായാണ് ഊത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ തന്നെ പല ഘടകങ്ങളും ഊതിൻ്റെ ഉൽപ്പാദനത്തെ സ്വാധീനിക്കുന്നുമുണ്ട്. 1 ലിറ്റർ ഊത് ഓയിൽ നിർമ്മിക്കാൻ 100 മുതൽ 150 കിലോഗ്രാം ഊത് വേണം. ഊത് ഉൽപ്പാദിപ്പിക്കാത്ത മരങ്ങൾക്ക് വിറകിൻ്റെ വിലയെ ലഭിക്കൂ എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഊത് ഓയിലിൻ്റെ നിർമ്മാണം. ഡിസ്റ്റിലേഷൻ വഴിയാണ് ഊത് ഓയിൽ നിർമ്മിക്കുന്നത്. ഊതിൽ നിന്നും കിട്ടുന്ന മറ്റൊരു വില കൂടിയ ഉൽപ്പന്നമാണ് ഊത് ഓയിൽ.
മരത്തിൽ നിന്നും കാതലായ ഊത് എടുത്ത ശേഷം കാതലിനോട് ചേർന്നിരിക്കുന്ന വെള്ളയാണ് ഊത് ഓയിൽ ഉണ്ടാക്കുവാനായി ഉപയോഗിക്കുന്നത്. കാതലിനോട് ചേർന്ന വെള്ളയിൽ ഊത് ഓയിലിൻ്റെ അളവ് കൂടുതലായിരിക്കും. കാതലിനോട് ചേർന്ന വെള്ള ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് 20 ദിവസം വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നു. അതിനുശേഷം വലിയ ബോയിലറിലിട്ട് തിളപ്പിക്കുന്നു. ബോയിലറിൽ നിന്നും വരുന്ന നീരാവി തണുപ്പിച്ച് ഊത് ഓയിൽ ഉണ്ടാക്കുന്നു. ഇവയിൽ നിന്നും വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായും കളഞ്ഞ് വിലപിടിപ്പുള്ള ഊത് ഓയിൽ ലഭിക്കുന്നു. ഇന്ന് വിപണികളിൽ പലതരം ഇനോക്കുലേറ്റുകൾ ലഭ്യമാണ്. ആസാമിൽ നിന്നും വരുന്നവ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഇനോക്കുലേറ്റുകളും ധാരാളമാണ്. ഇനോക്കുലേറ്റുകൾക്കനുസൃതമായി ഊതിൻ്റെ രൂപീകരണത്തിലും മാറ്റം വരുന്നു. ഇനോക്കുലേറ്റുകളിലെ ഉള്ളടക്കം കമ്പനികളുടെ ട്രേഡ് സീക്രറ്റാണ്. ഇന്ന് കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളിലെല്ലാം യൂക്കാലിപ്റ്റസിന് പകരമായി ഊതുമരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നു. ഊത് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആയുഷ് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ സബ്സിഡി നൽകുന്നുണ്ട്. തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിലും ഊത് കൃഷി ചെയ്യുന്നുണ്ട്. മാല, ചന്ദനത്തിരി, ശില്പങ്ങളുടെ നിർമ്മാണത്തിനും ഊത് ഉപയോഗിക്കുന്നു.